കേരളം ലഹരി വലയിൽ പെടുകയാണോ? നമുക്ക് 2016 ഒന്ന് പോകാം. 2013-14 720 ബാർ ഉണ്ടായിരുന്നു കേരളത്തിൽ. 2013-14 അതെങ്ങനെ 720 ബാർ വന്നത്? അന്ന് അതായത് UDF ആണ് അന്ന് ഭരിക്കുന്നത്. പക്ഷേ UDF ഭരിക്കുമ്പോൾ UDFന് മുമ്പ് ഭരിച്ച LDF എടുത്ത നയം മൂലമാണ് 720 ബാറുകൾ ആയി. 2000 അതായത് UDFൻ്റെ കയ്യിലേക്ക് ഭരണം എത്തുമ്പോഴേക്കും ബാറുകളുടെ എണ്ണം 720 വളർന്നിരുന്നു. പക്ഷേ 2016 ആകുമ്പോഴത്തേക്കും 29 ബാറുകളായി ബാറുകളുടെ എണ്ണം. അതായത് 2014-നും 2016-നും ഇടയ്ക്കുള്ള കാലഘട്ടം കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ബാർ എന്ന നിലവാരത്തിലേക്ക് ബാറുകളുടെ എണ്ണം കുറഞ്ഞു, 29 ബാറായി ചുരുങ്ങി. UDF ഗവൺമെൻറ് ഘട്ടം ഘട്ടമായി മദ്യം കുറച്ചു കൊണ്ടുവരിക എന്ന ആ മുദ്രാവാക്യവുമായി മുന്നേറുകയായിരുന്നു. അതുകൊണ്ടാണ് 720 ബാറുകളെയും ചങ്ങലക്കിട്ട് 29 ബാറായി, അതായത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ബാർ എന്ന നിലവാരത്തിലേക്ക് ഉയർന്നത്. അങ്ങനെയാണ് 2016 29 ബാറായിട്ട് ചുരുങ്ങുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുതുതായി തുറന്നത് 200 ബാറുകൾ. അങ്ങനെ 442 ബാറുകൾ പുനഃസ്ഥാപിച്ചു. പഴയത് നിർത്തിയ ബാറുകൾ പുനഃസ്ഥാപിച്ചു. പുതുതായിട്ട് 200 എണ്ണം തുടങ്ങി. അങ്ങനെ ആകെ ബാറുകളുടെ എണ്ണം 671 വളരുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമായപ്പോഴേക്കും 671 നിന്ന് 894 ബാറുകളായിട്ട് ഉയരുന്നു. അപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന 29 ബാർ, അതായത് 5 സ്റ്റാർ ഹോട്ടലുകളിലോടനുബന്ധിച്ച് മാത്രം ബാർ, അങ്ങനെ 29 ബാർ എന്നതാണ് 894 ബാറായിട്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമായപ്പോഴേക്കും വളർന്നത്. അങ്ങനെ പക്ഷേ അത് മാത്രവുമല്ല, ഈ ബാറുകളുടെ എണ്ണം ഉയർന്നു എന്നത് മാത്രവുമല്ല, മദ്യത്തിൻ്റെ വില എല്ലാ ബജറ്റുകളിലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മദ്യത്തിൻ്റെ വില വർദ്ധിച്ച് അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന വില സാധാരണക്കാർ കഴിക്കുന്ന മദ്യത്തിന് പോലും കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ മദ്യത്തിൻ്റെ വില ഉയർന്നു. അത് സാധാരണ രീതിയിൽ എല്ലാവരിലും ജനിപ്പിക്കുന്ന ഒരു ഭയമുണ്ടായിരുന്നു. അതായത് ഇത്ര വില കൊടുത്ത് മദ്യം വാങ്ങിക്കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മയക്കുമരുന്നിലേക്ക് മാറുകയില്ലേ? ഇത് എന്നെപ്പോലെയുള്ളവരൊക്കെ പ്രീ ബജറ്റ് ഡിസ്കഷനിലും പോസ്റ്റ് ബജറ്റ് ഡിസ്കഷനിലും ഒക്കെ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആര് ശ്രദ്ധിക്കാനാണ് ഇതൊക്കെ? അപ്പോൾ മറ്റ് ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഗവൺമെൻറ്റിന് വേണ്ടത് അതുവഴിയുള്ള പണം. അതുകൊണ്ടാണ് ഈ ബജറ്റ്. പക്ഷേ ഞാൻ ഓർത്തിരുന്നു, ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ വില ഇത്ര വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്നെനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. അദ്ദേഹം ഒരു നല്ല സാമ്പത്തിക വിശാരദനാണ്. അദ്ദേഹത്തിന് അറിയാം സാധാരണക്കാർ കഴിക്കുന്ന മദ്യത്തിൻ്റെ വില ഇവിടെ അടുത്ത അയൽ സംസ്ഥാനങ്ങളിലേതിൽ നിന്ന് വളരെയധികം ഉയർന്നു നിന്നാൽ ഇവിടുത്തെ ഉപഭോക്താക്കൾ അവിടെ പോയി വാങ്ങും. അതായത് അവരുടെ കങ്ങാണികളെ പറഞ്ഞയക്കും, പണവും വണ്ടിയും കൊടുത്ത് അവർ വണ്ടി നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ അവരുടെ എല്ലാവരുടെയും കൺസംഷൻ ആവശ്യമായ മദ്യം അയൽ സംസ്ഥാനത്ത് നിന്ന് വരും. അതിന് കാസ്കേഡിങ് ഇഫക്റ്റ് എന്നാണ് പറയുക. അതായത് ഇവിടുത്തെ അതേ ഉൽപ്പന്നം തന്നെ അടുത്ത അതായത് മദ്യം തന്നെ അടുത്ത സംസ്ഥാനങ്ങളിലുണ്ട്. ആ മദ്യത്തിന് സാധാരണക്കാർ കഴിക്കുന്നതോ ഏത് തരത്തിലുള്ള മദ്യവുമാകട്ടെ ഒരേപോലത്തെ മദ്യത്തിന് വളരെയധികം ഉയർന്ന വില അയൽ സംസ്ഥാനത്ത് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അയൽ സംസ്ഥാനത്തെ ബോർഡർ ഏരിയകളിലെ നിന്ന് പോയി വലിയ തോതിൽ വാങ്ങിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടേണ്ട റവന്യൂ, അതായത് ഇവിടെ മദ്യം വിറ്റ് കിട്ടേണ്ട റവന്യൂ അടുത്ത സംസ്ഥാനത്തേക്കാണ് പോവുക. അവരുടെ മദ്യം വിറ്റുള്ള റവന്യൂ വർദ്ധിക്കും, നമ്മുടെ റവന്യൂ വർദ്ധിച്ചേക്കാം. കുറവേ വിറ്റുള്ളുവെങ്കിലും ഉയർന്ന വിലയ്ക്കാണല്ലോ ഇവിടെ വിൽക്കുന്നത്. അതുകൊണ്ട് റവന്യൂ ഇവിടെയും വർദ്ധിച്ചേക്കാം. പക്ഷേ നമുക്ക് വില കുറഞ്ഞിരുന്നാൽ കിട്ടുന്ന അത്ര റവന്യൂ ഇവിടെ കിട്ടുകയില്ല. അതിനാണ് കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയാവുന്ന ഡോക്ടർ ഐസക്ക് എന്തുകൊണ്ടാണ് വില ഇത്രയധികം കൂട്ടുന്നത് എന്ന് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. എനിഹാവും അതിൻ്റെയൊക്കെ അനന്തര ഫലമാണ്
ഈ മയക്കുമരുന്നിലേക്കുള്ള മാറ്റം അതിനു മുൻപേ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും 2016 തൊട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഏറ്റവും കൂടുതലായിട്ട് മയക്കുമരുന്ന് മാഫിയ കേരളത്തെ പിടിമുറുക്കാൻ തുടങ്ങിയത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആധിക്യം ഉണ്ടായതോടുകൂടിയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെ നന്നായി വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവനവൻ്റെ കുടുംബം പുലർത്തുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് കേരളത്തിലേക്ക് വരുന്ന, ബംഗാളികളും ബീഹാറികളും ആസാമികളും ഒക്കെ. പക്ഷേ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശികളും അവിടുന്ന് ഇവിടുന്നും ഒക്കെ വരുന്നവരും, അതായത് ശരിക്കും മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളും അങ്ങനെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെവിടെയൊക്കെ ഇത് വിൽക്കാം എന്ന് ആലോചിച്ച് നടക്കുന്നു എന്ന് നേരത്തെ തന്നെ നമുക്ക് സംശയമുണ്ടായിരുന്നു. അതൊക്കെ പങ്കിട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ്? അതായത് മദ്യത്തിൻ്റെ വില ഇവിടെ കൂടിയിരിക്കുന്നു. അത്ര വില കൊടുത്ത് മദ്യം വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർ പോലും എന്ത് ചെയ്യും? പതുക്കെ ഈ ലഹരിയിലേക്ക്, രാസലഹരിയിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് കേരളം ഒരു രാസലഹരി മുഴുകുന്ന സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ അതായത് രാത്രി ആയാലും, പണ്ട് രാത്രി 12 മണിക്കാണെങ്കിലും, എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, 9, 10, 11 മണിക്കൊക്കെ യൂണിവേഴ്സിറ്റി ഈവനിങ് കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാൻ ബസ് കയറി 10 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിലേക്ക്, യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ നിന്ന്. ആ 10 കിലോമീറ്റർ ബസ് കയറി ഞാൻ എൻ്റെ വീട്ടിലെത്തിയുമ്പോഴേക്കും ഒരു 10-10:30 മണിയാകും രാത്രി. ഒരു പ്രശ്നവും ഉണ്ട്. പ്രശ്നങ്ങൾ ചിലത് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോഴും യാത്ര ചെയ്യാമായിരുന്നു. ഇന്നാണെങ്കിൽ എനിക്ക് പോലും ഭയമാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻപിൽ, യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ മുമ്പിൽ നിന്ന് ബസ് കാത്തു നിന്ന് ബസ് പിടിച്ച് ഇവിടെ വന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ ഭയമാണ്. അന്ന് ആ ഭയമില്ലായിരുന്നു. ചില ഈ കള്ളുകുടിയന്മാരുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതിൽ കൂടുതൽ അവരെയൊക്കെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതുപോലെയല്ല. ഈ അന്യസംസ്ഥാന തൊഴിലാളികളും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് നടക്കുന്നവരും ഒക്കെ വലിയ അപകടകരമായ സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ. അതായത് സ്ത്രീകൾക്ക് സൗകര്യമായിട്ട് ഇറങ്ങി നടക്കാനുള്ള സൗകര്യം രാത്രിയും പകലും എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് ഈ സൗകര്യം എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകും. അത്തരം ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് കേരളം പോകുന്നു. ലഹരി ശൃംഖലയിലേക്ക്, അഥവാ ലഹരിയിൽ മുങ്ങിത്താഴുകയാണ് കേരളം എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം UDF ഗവൺമെൻറ് നല്ല മഹാഭൂരിപക്ഷത്തോടെ വരിക എന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടികളിലുള്ളവർ കൂടി UDFന് വോട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എല്ലാവരും ഒരു രക്ഷകൻ്റെ സ്വഭാവം ഈ ഗവൺമെൻറ്റിൽ കാണുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല തൂഫാൻ, കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടുകൊണ്ട്, അതായത് ഈ ലഹരി മാഫിയയെ പിടിച്ചു കെട്ടണം എന്ന ഉറച്ച മനസ്സോടുകൂടി അദ്ദേഹം പോലീസ് സന്നാഹവും ഒക്കെയായി ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതായത് ജൂൺ മാസം ആരംഭത്തിൽ തന്നെ ഇതിനുള്ള കരുക്കൾ നീക്കാൻ തുടങ്ങി. അദ്ദേഹം തന്നെ പറയുന്നത് തൂഫാൻ ആഞ്ഞു വീശുമെന്നാണ് പറയുന്നത്. തൂഫാൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് തന്നെ. ആ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുക എന്ന് പറഞ്ഞാൽ എത്ര ശക്തമായ രീതിയിൽ ആണ് അദ്ദേഹം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദൃഢമായ ആ വാക്കുകളിൽ നിന്ന് നമുക്ക്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ജില്ലകൾ തോറും 100 പേരുടെ ജനകീയ കൂട്ടായ്മ, തുഫാൻ വോറിയർമാരായിട്ട് ഓരോ ജില്ലയിലും 14 ജില്ലകളിലും 100 പേരെ തുഫാൻ വാറിയേഴ്സായിട്ട് കണ്ടെത്തുന്നു. പിന്നെ എല്ലാ ജില്ലകൾക്കും ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുക്കുന്നു. ഒരൊറ്റ ആഴ്ച കൊണ്ട് 1559 പേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്നോർക്കണം നമ്മൾ. അപ്പോൾ ഈ 100 വാറിയർമാർ വീതം ഓരോ ജില്ലയിലും നിർത്തുമെന്ന് പറഞ്ഞു, തയ്യാറാക്കുമെന്ന് പറഞ്ഞു. എന്താണ് അവരുടെ ദൗത്യം? അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ മയക്കുമരുന്നിൻ്റെ കണ്ണികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി രഹസ്യ വിവരം എക്സൈസിന് ചോർത്തി കൊടുക്കുക. അതാണ് അവരുടെ ദൗത്യം. ആ ദൗത്യത്തിന് അവർക്ക് വേണ്ട സർവ്വവിധ സഹായങ്ങളും ആഭ്യന്തര വകുപ്പ് ചെയ്തു കൊടുത്തിരിക്കും.
അങ്ങനെ അത് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ, അതായത് മയക്കുമരുന്നിൻ്റെ വരവ്, പോക്ക്, വിറ്റഴിക്കൽ, ഇതിൻ്റെയൊക്കെ ഉറവിടം കണ്ടെത്താൻ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന് പുതിയ വിഭാഗം രൂപീകരിച്ചു. തുഫാൻ ഇൻ്റലിജൻസ് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം, അന്നാണ് തുഫാൻ പ്രവർത്തനം വളരെ ശക്തമായിട്ട് ആരംഭിച്ചത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 16 വീതം പോലീസുകാരുൾപ്പെട്ട സംഘത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു. ഓർമ്മിക്കുക, 84 പോലീസ് സബ് ഡിവിഷനുകൾ, 16 പോലീസുകാർ വീതം അതിനകത്ത് ഓരോ ഡിവിഷനിലും ഉണ്ട്. അങ്ങനെയുള്ള 14 ജില്ലകളിലായിട്ട് 84 സബ് ഡിവിഷനുകളെയാണ് അപ്പോയിൻ്റ് ചെയ്തത്. സംസ്ഥാനാന്തര ലഹരിക്കടത്ത് നേരിടാൻ ഓരോ ജില്ലയിലും പോലീസിൻ്റെ പ്രത്യേക ടീം, പുനരധിവാസം, ചികിത്സ, കൗൺസിലിംഗ് എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതി, അതായത് ലഹരിക്ക് അടിപ്പെട്ടവരെ കണ്ടെത്തുന്നവർക്ക് പുനരധിവസിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ, കൗൺസിലിംഗ് സൗകര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ പ്രത്യേക പദ്ധതി. ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് രഹസ്യമായി കൈമാറാൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഓരോ ജില്ലയ്ക്കും ഹെൽപ്പ് ലൈൻ നമ്പർ. ഇങ്ങനെയുള്ള അതായത് വളരെ കൃത്യമായി കണക്ക് കൂട്ടിയാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഈ തുഫാൻ, ഈ കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒറ്റ മാസം കൊണ്ട് തന്നെ 1555 അറസ്റ്റുകൾ നടത്താൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ഇതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മയക്കുമരുന്ന് കടത്ത് തടയാൻ മോഡൽ എക്സൈസ് ഓഫീസുകൾ വരുന്നു. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി എം ലിജുവിൻ്റെ സഹകരണത്തോടു കൂടി മയക്കുമരുന്ന് കടത്ത് തടയാൻ മോഡൽ എക്സൈസ് ഓഫീസുകൾ വരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട, അതായത് തുഫാൻ്റെ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മയക്കുമരുന്ന് കടത്ത് തടയൽ എന്നുള്ളത്. കാരണം നമുക്കറിയാം, എവിടെ നിന്നൊക്കെ തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ അവരുടെ ഒക്കെ മറവിൽ, എല്ലാ തൊഴിലാളികളുടെ മറവിൽ, ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ വരുന്ന മൈഗ്രൻ്റ് ലേബറേഴ്സിൻ്റെ മറവിലാണ് മാഫിയ സംഘം കേരളത്തിന് വെളിയിൽ നിന്ന് മയക്കുമരുന്ന് നിർലോഭം ഇങ്ങോട്ട് എത്തിച്ച് എല്ലാ മേഖലകളിലും എത്തിച്ചു കൊടുക്കുന്നത്. കാരണം എവിടെ നോക്കിയാലും അവിടെയൊക്കെ ഈ പറയപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ, അതായത് മൈഗ്രൻ്റ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മറ പിടിച്ചാണ് ഈ മയക്കുമരുന്ന് സർവ്വവ്യാപിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് എക്സൈസ് വകുപ്പ് മന്ത്രി ലിജുവിൻ്റെയും കൂടി സഹകരണത്തോടെ അങ്ങനെ കള്ളക്കടത്ത് തടയാൻ എക്സൈസ് ഓഫീസുകളും തുനിയുന്നു എന്ന് പറയുന്നത്. അവിടെയും തീർന്നില്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തീരുമാനം. അദ്ദേഹം ഉദാഹരണം, വിജിലൻസ് കമാൻഡോ ആയിട്ട് അവിടെ ബഹുമാനപ്പെട്ട വിജിലൻസ് മന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടാണ് വിജിലൻസ് കമാൻഡോകളെ കണ്ടെത്തുന്നു. അപ്പോൾ അതിലൊരു കമാൻഡോ ആദ്യമായിട്ട് സ്വയം മുമ്പോട്ട് വന്ന് കമാൻഡോ ആയ ആളാണ് പ്രശസ്ത ഫിലിം സ്റ്റാർ ആയിട്ടുള്ള നിവിൻ പോളി. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒന്നും തീരുന്നില്ല, അന്തർ സംസ്ഥാന ലഹരി വേട്ടയായി ഈ തൂഫാന്, അതായത് ഈ കൊടുങ്കാറ്റ് കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ ഇത് തമിഴ്നാട്ടിലേക്ക് പോകട്ടെ, ഈ കൊടുങ്കാറ്റ് കർണാടകത്തിലേക്ക് പോകട്ടെ, അതിനും അപ്പുറത്തേക്ക് വേണമെങ്കിൽ അതുമാകട്ടെ, എന്തായാലും ഈ കൊടുങ്കാറ്റ് ഈ ലഹരി മരത്തിൻ്റെ വേരറുത്തേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തിരിക്കുന്നു? അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഇതിന് സഹകരിച്ച് കൈകോർത്ത് മുന്നേറുന്നതിന്. അതുപോലെ തന്നെ ജോസഫ് വിജയ്, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായും കൈകോർത്തിരിക്കുന്നു. അവർ രണ്ടുപേരും ഈ യജ്ഞത്തിൽ കേരളത്തോടൊപ്പം നിൽക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുന്നേറ്റം, അതായത് വളരെ ശക്തമായ നയപരിപാടികളുമായാണ്, കർമ്മ പദ്ധതികളുമായാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തൻ്റെ സഹവർത്തികളുമൊത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് വകുപ്പിൻ്റെ കണ്ടെത്തലനുസരിച്ച്
ലഹരിക്ക് അടിമകളായിട്ടുള്ള കേരളത്തിലെ 70% പേരും 10 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ളവരാണെന്ന്. അത് കേൾക്കുമ്പോൾ ഏത് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സാണ് വിങ്ങിപ്പൊട്ടാതിരിക്കുക? ആർക്കാണ് സ്വന്തം ജോലിയിൽ ജാഗ്രതയുണ്ടാവുക? എൻ്റെ കുഞ്ഞ് ഇപ്പോൾ സ്കൂളിലാണ്, അല്ലെങ്കിൽ കോളേജിലാണ്, അവൻ എന്ത് അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു എന്ന ഭയം ഓരോ മാതാപിതാക്കളിലും ഉണ്ടാകണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഈ മയക്കുമരുന്നിന് അടിപ്പെട്ട് 70%, അതായത് ഒരുപാട് പേർ മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ. അതിൽ 70% 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ളവരാണ് എന്നാണ് എക്സൈസ് വകുപ്പിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അത് എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മളെപ്പോഴും ഓർക്കണം, ആദ്യ 5 വയസ്സ് വരെ മാതാപിതാക്കളുടെ പരിലാളനയിലും ശ്രദ്ധയിലുമാണ് കുഞ്ഞുങ്ങൾ. അവർ എന്താ പറയുക, ഇപ്പോൾ കിൻഡർ ഗാർട്ടനിൽ പോകുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇനി 5 വയസ്സ് കഴിഞ്ഞാലോ 1-ാം ക്ലാസ് മുതൽ അവർ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടെടുത്തിരിക്കുന്നത് 3 അധ്യാപകരെ അല്ല കണ്ടെത്തിയിരിക്കുന്നത്, 3 അധ്യാപികമാരെ ഈ മയക്കുമരുന്ന് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു. തൂഫാൻ തന്ത്രം അത് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറുന്നു. അതുമാത്രമല്ല, ഡാൻസാഫിൽ വനിതാ പോലീസിനെ ചേർത്തിരിക്കുന്നു. എന്താ ഈ ഡാൻസാഫ് എന്ന് പറയുന്നത്? ഡിസ്ട്രിക്റ്റ് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്. ഡാൻസാഫ് എന്ന് പറഞ്ഞാൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഡിസ്ട്രിക്റ്റ് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിനെയാണ് ഡാൻസാഫ് എന്ന് പറയുന്നത്. ഡാൻസാഫിൽ വനിതാ പോലീസുകാരും ഉണ്ട്. അത് വളരെ നന്നായി. എന്തായാലും ലഹരി പിടികൂടാൻ രാപകൽ വ്യത്യാസമില്ലാതെയാണ് ഈ ഡാൻസാഫിലെ ഉദ്യോഗസ്ഥർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആഭ്യന്തര വകുപ്പിനോട് വിജിലൻസും കൂടി കൈകോർക്കുന്നു. അപ്പോൾ അതിൻ്റെ ശക്തി ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്, ബുദ്ധിയും ഡബിളാകുകയാണ് ചെയ്യുന്നത്. ആഭ്യന്തര മന്ത്രിയുടെ ബുദ്ധി മാത്രമല്ല, വിജിലൻസ് മന്ത്രിയുടെ ബുദ്ധിയും വിജിലൻസിലെ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിയും അതുപോലെ ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരുടെ ബുദ്ധിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ഒരു ഡബിൾ എൻജിൻ ഗവൺമെൻറ്റിൻ്റെ ശക്തിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്ത് വനിതകളുമുണ്ട്. അപ്പോൾ എവിടം വരെ പോകണം എന്ന് വച്ചാലും പോകാൻ തയ്യാറായിക്കൊണ്ടാണ്, ഏത് ആക്ഷൻ എടുക്കാനും തയ്യാറായിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോഴ്സിനെ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇത് വളരെ ശക്തമായ രീതിയിൽ മുന്നേറുന്നു. ഒരു തരത്തിലും എളുപ്പം ഈ അവനവൻ്റെ കക്ഷികളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഇത് വിൽക്കലും വാങ്ങലും ഒന്നും എളുപ്പമല്ല എന്ന സ്ഥിതി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ കുറിയർ വഴിയാണ് ലഹരി ഏജൻറ്റുമാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ഏജൻറ്റുമാർ കൊണ്ട് നടന്ന് കുറേശ്ശെ പല കണ്ണിങ്ങായിട്ടുള്ള പല മെത്തേഡ്സ് ഉപയോഗിച്ച് വിറ്റാൽ മതിയല്ലോ. അപ്പോൾ കുറിയർ വഴിയായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറിയർ മാഫിയയെയും ഈ പറയപ്പെട്ട ഡാൻസാഫ് ഫോഴ്സ് അവരുടെ വീക്ഷണത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഇത്രയൊക്കെ ശക്തമായ രീതിയിൽ വല വിരിച്ച്, അതായത് ലഹരി വലയെ പിടികൂടാൻ വേണ്ടി ഈ എക്സൈസും ഒക്കെ ചേർന്ന് വല വിരിച്ച് മുൻപോട്ട് പോകുന്ന സമയത്താണ് അധ്യാപകരും ലഹരി കേസിൽ പെടുന്ന ഒരവസ്ഥാവിശേഷം നാം കണ്ടെത്തുന്നത്. ഈ അന്വേഷണം ഇങ്ങനെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ 3 താൽക്കാലിക വനിതാ അധ്യാപകർ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. ആരൊക്കെയാണ് ഈ 3 അധ്യാപികമാർ? അത് അവരുടെയൊക്കെ പേരും ഊരുമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനൽ ചർച്ചയിലും പിന്നെ അതുപോലെ പത്രങ്ങളിലും ഒക്കെ വന്നതാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ പേരിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഈ 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് 70% ലഹരിയുടെയും ഉപഭോക്താക്കൾ എന്ന് എക്സൈസ് തന്നെ കണ്ടുപിടിച്ച് പുറത്തുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ 2 അധ്യാപികമാരെ ഈ വലിയ കുറ്റത്തിൻ്റെ പേരിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പിന്നെ ആർക്കാണ് ഭയം തോന്നാതിരിക്കുക? നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഏത് സ്കൂളിൻ്റെ അടുത്തും നിങ്ങൾ പിന്നെ എക്സൈസുകാരോ ആരും നോക്കി പോവുക. വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ, രഹസ്യമായിട്ട് നിരീക്ഷിച്ചാൽ പുഷേഴ്സിനെ കണ്ടെത്താൻ പറ്റും. ആരാണ് ഈ പുഷേഴ്സ്? ഈ മയക്കുമരുന്ന് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ, അതായത് അതവർ ആദ്യമൊക്കെ മുട്ടായിയായിട്ടോ അങ്ങനെ പല രീതിയിലായിരിക്കാം അവരിലെത്തിക്കുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികളിലോ സമ്പന്നരായ വിദ്യാർത്ഥികളിലോ ഒക്കെ അവർ എത്തിച്ചെന്നിരിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഏകദാനം ദിവസങ്ങളിൽ മുട്ടായി എന്ന് പറഞ്ഞ് ഇത് കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കിതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാവുകയും അവരതിൻ്റെ കൃത്യമായി അത് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും? പേരൻസിൻ്റെ അടുത്ത് പണം ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പുഷേഴ്സ് തന്നെ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ കൂടെ ചേർക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും കൂട്ടുകാരെ ചേർക്കും. അങ്ങനെയാകുമ്പോൾ കൂട്ടുകാർക്ക് വിൽക്കുന്നതിൻ്റെ പേരിൽ ഇവർക്ക് ഓരോരുത്തർക്കും ഫ്രീ ആയിട്ട് ഇത് കിട്ടുന്നു. ആ തരത്തിലാണ് പുഷേഴ്സ് ഇത് സ്കൂളിലൊക്കെ വ്യാപകമാക്കുന്നത്. അപ്പോൾ പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷന് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. പിന്നെ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരത്ത് പോലും പുഷേഴ്സ് വരുന്നില്ല, ഒരു തരത്തിലും ക്യാമ്പസിനകത്തേക്ക് ഇത് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അങ്ങനെയൊക്കെ ഉറപ്പ് വരുത്തേണ്ട ഒരു സാഹചര്യത്തിൽ ആണ് 3 അധ്യാപികമാരെ ഈ പേരാമ്പ്ര സ്കൂളിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ആൺ സുഹൃത്തിനെയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പണം അയച്ചത് ഈ അധ്യാപികമാർ 3 കളക്ട് ചെയ്യുന്ന പണം മുഴുവൻ അയക്കുന്നത് ജിജിൽ എന്ന് പറയുന്ന ഒരു ആൺ സുഹൃത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അയാളെയും ഇതിനകത്ത് കണ്ടെത്തി, ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കെണി. അതായത് എക്സൈസുകാരുടെ കണ്ടെത്തൽ 70% ഉപഭോക്താക്കളും 10നും 15നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. അപ്പോൾ ഓരോ സ്കൂളിലും നമ്മുടെ കണ്ണെത്തണം, എക്സൈസിൻ്റെ കണ്ണെത്തണം, ഗവൺമെൻറ്റിൻ്റെ കണ്ണെത്തണം. തീർന്നില്ല, മാതാപിതാക്കളുടെ കണ്ണും എത്തണം ഓരോ കുട്ടികളുടെ അടുക്കലും. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ മക്കൾ അവരൊക്കെ ഇപ്പോൾ കൊച്ചു കുട്ടികളല്ല, അവരൊക്കെ പേരൻസായി കഴിഞ്ഞവരാണ്. പക്ഷെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാനും ഹസ്ബൻഡും കോളേജ് അധ്യാപകരാണ്. ഞങ്ങൾക്ക് അവരുടെ പുറകെ പോയി അവരെ നോക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അവരെയും കൂടി വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കും. വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, ബിരിയാണി തൊട്ടുള്ള വിഭവങ്ങൾ മേശ നിറയ്ക്കും. എന്നിട്ട് അവരോട് ഇഷ്ടം പോലെ കഴിച്ചോളാൻ പറഞ്ഞ് അവരെ മേശയ്ക്ക് ചുറ്റും ഇരുത്തിയിട്ട് ഞങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട്. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഈ കുട്ടികളുടെ കോൺവെർസേഷനിലായിരിക്കും. അതായത് അവർ സംസാരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, അവരുടെ സംസാരത്തിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കാത്ത, അവരുടെ പ്രായത്തിന് ഉതകാത്ത എന്തെങ്കിലും കാര്യങ്ങളുടെ അവരുടെ ചർച്ചാ വിഷയമാകുന്നുണ്ടോ എന്നറിയലാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ അങ്ങനെ എല്ലാ മാതാപിതാക്കളും വിളിച്ച് കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല ഞാനീ പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ മാതാപിതാക്കൾക്കും അവനവൻ്റെ കുട്ടികളെ പറ്റി ഒരു ശ്രദ്ധ വേണം. അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരുടെ സംസാര രീതി ഏതൊക്കെയാണ്, അതിൽ നിന്നൊക്കെ നമുക്കറിയാം നമ്മുടെ കുട്ടി വഴി തെറ്റിപ്പോകുന്നുണ്ടോ. അതിൻ്റെ ക്ലൂസൊക്കെ നമുക്ക് അവരുടെ സംഭാഷണത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ വളരെ കൃത്യം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു രഹസ്യവും കൂടി പറയട്ടെ, അത് പറയണത്ര നല്ലതല്ല. അപ്പോൾ ഏത് സ്കൂളാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇവിടെ, അതുകൊണ്ടത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു കുട്ടി, എൻ്റെ മകൻ്റെ ഒരു സുഹൃത്ത്, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒരു ക്ലാസ്സിലെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഒരു ആൺകുട്ടി ചോദിക്കുക, ആ ബ്ലൗസ് ഇടാത്ത ടീച്ചറാണോ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, വലിയ ആകാംക്ഷയായി. എന്താ ആ കുട്ടി പറഞ്ഞത്? ബ്ലൗസ് ഇടാത്ത ടീച്ചറോ എന്ന് വിചാരിച്ച്. പിന്നെ ആ പെൺകുട്ടിയെ മാത്രം സൗകര്യമായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എന്നോട് ആ ആൺകുട്ടി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മോനോട് പോലും ചോദിച്ചില്ല. ഈ ബ്ലൗസ് ഇടാത്ത ടീച്ചർ എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് മകൻ്റെ അടുത്ത് പറയാൻ പോലും ചമ്മലായിരുന്നു എനിക്ക്. അത് കാരണം അങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ആൻറ്റി അത് ആ ടീച്ചർ വളരെ ലോ നെക്ക് ബ്ലൗസ്, അതായത് ബ്ലൗസിൻ്റെ പുറം താഴേക്ക് വെട്ടി ഇറക്കി വളരെ ചെറുതായിട്ട്
ഒരു സ്കെയിലിൻ്റെ അത്ര മാത്രമേ ആ ബ്ലൗസിൻ്റെ പുറം കാണൂ. അങ്ങനെ ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് അവർ ക്ലാസ്സിൽ വരുന്നത്. അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാരും എന്താ അത് ടീച്ചറോട് പറയാത്തത്? പെൺകുട്ടികൾക്ക് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പറയാൻ പാടില്ലേ, ടീച്ചറെ ഇങ്ങനത്തെ ബ്ലൗസ് ഇട്ട് ക്ലാസ്സിൽ വരല്ലേ, ബോയ്സിനൊക്കെ ദേഷ്യമാണെന്ന് പറയാത്ത എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞു ആ കുട്ടി. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഓർമ്മിക്കുക, കുട്ടികൾക്ക് കൊടുക്കേണ്ട നല്ല ഉപദേശത്തിൽ ഒന്ന്, ഇതുപോലെ ടീച്ചർമാരാകാൻ പാടില്ല. മാന്യമായി വസ്ത്രം ധരിച്ചു വേണം വനിതാ അധ്യാപികമാർ ക്ലാസ്സിലെത്താൻ. അത് ഈ തുഫാൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമല്ല. ഇത് മാത്രമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതിന് ഞാനൊരു എക്സാമ്പിളും കൂടി ഞാനിവിടെ പറയാം. അതിനകത്തൊന്നും അപാകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ജെൻസി പെൺകുട്ടികൾ ഒരുപക്ഷെ എന്നെ വഴക്ക് പറയുമായും, എനിക്കതിൽ കുഴപ്പമില്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ സീനിയറായിട്ടുള്ള ഒരു ടീച്ചർ ഏത് വകുപ്പിലെ ടീച്ചർ എന്ന് ഞാൻ പറയുന്നില്ല, അവർ സുന്ദരിയാണ്. ആ ടീച്ചർ അതായത് രാജസ്ഥാൻ കോട്ടൺ സാരികൾക്കൊരു പ്രത്യേകതയുണ്ട്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ആ സാരികളിൽ ഡിസൈനൊക്കെ തയ്ച്ച് ചെയ്ത സാരികൾ, നല്ല മനോഹരമായ സാരികൾ. അവരും സുന്ദരിയാണ്. ആ സാരി അവരുടുത്ത് വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഇത് അന്ന് ബോയ്സ് മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി കോളേജിൽ, MSc ക്ലാസ്സിൽ പോലും. MSc ക്ലാസ്സിൽ ഗേൾസും ഉണ്ട്, എന്നാലും ബോയ്സാണ് കൂടുതൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ടീച്ചറെ ഇതുപോലത്തെ സാരി മറ്റ് ക്ലാസ്സുകളിലൊന്നും MSc ക്ലാസ്സുകളിൽ മാത്രമേ ഏതാനും ഗേൾസ് കാണൂ, ബാക്കി എല്ലായിടത്തും ബോയ്സ് മാത്രമേ ഉള്ളൂ. ഇത്തരം ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരി ഒന്നും ഉടുത്തു വരുന്നത് ശരിയല്ല ടീച്ചറെ എന്ന് എന്നേക്കാൾ സീനിയറായ ടീച്ചറോട് ഞാൻ പറയേണ്ടി വന്നിട്ടുണ്ട്. അവർ പിന്നീട് ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രിൻസിപ്പലുമായിട്ടാണ് റിട്ടയർ ചെയ്തത്. അത് പോകട്ടെ. ഇതെന്നെ പറയാൻ പ്രേരിപ്പിച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ബ്ലൗസ് ഇല്ലാത്ത ടീച്ചർ എന്ന് പറഞ്ഞതുപോലെ വേറൊരു കാരണമുണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഒരു അധ്യാപകൻ, നല്ല മിടുക്കനായ അധ്യാപകനായിരുന്നു. ഞാനും എൻ്റെ സംശയങ്ങളൊക്കെ അദ്ദേഹത്തോട് അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ ചോദിക്കുമായിരുന്നു, ഞാൻ കോളേജ് സർവീസിലെത്തിയ കാലത്ത്. ആ അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർമ്മിക്കുകയാണ്. അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ ആ അധ്യാപകൻ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു രാജകുടുംബത്തിലെ ടീച്ചറുണ്ടായിരുന്നു. അവർ ഓക്സ്ഫോർഡിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നവരാണ്, അതിസുന്ദരിയാണ്. അപ്പോൾ അവർ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ചുറ്റും നിറച്ച് കുട്ടികളാണ്. കുട്ടികളൊക്കെ ആ ക്ലാസ്സിലെ കുട്ടികളല്ല, മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികളും ഇവർ ക്ലാസ് എടുക്കുന്നിടത്തേക്ക് വരും. എന്താണ് അങ്ങനെ വരാൻ കാരണം ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് അവരുടെ സർപ്പസൗന്ദര്യം ആസ്വദിക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ, സർപ്പസൗന്ദര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ എന്താ പറയുക സൗന്ദര്യം, അതിനെയാണ് സർപ്പസൗന്ദര്യം, സെർപ്പൻറ്റൈൻ ബ്യൂട്ടി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ ബ്യൂട്ടി ഞാനതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവർ നല്ല സുന്ദരിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ സൗന്ദര്യം ആസ്വദിക്കാനാണ് കുട്ടികളെല്ലാം, ഞങ്ങളെല്ലാം അവർ പറയണതൊന്നും അവർ പറഞ്ഞാൽ അത്ര മനസ്സിലാവുകയൊന്നുമില്ലായിരുന്നു. അവർ പറയണതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ അവരുടെ അംഗവിക്ഷേപങ്ങളും ഒക്കെ കണ്ട്, നോട്ടവും ഒക്കെ കണ്ട്, ചിരിയും ഒക്കെ കണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു എന്ന് ഒരു സീനിയർ അധ്യാപകൻ പറഞ്ഞത് ഇന്നും എൻ്റെ സ്മരണയിൽ കിടക്കുകയാണ്. ഇത് വെച്ചാണ് ഞാനന്ന് ആ ടീച്ചറിനോട് പറഞ്ഞത്, എൻ്റെ മകൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെ ആ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയോട് ബ്ലൗസ് ഇടാത്ത ടീച്ചറോ എന്ന് ചോദിച്ച ആ ഒറ്റ എന്നെ പെട്ടെന്ന് എത്തിച്ചത് ആ പണ്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി പറഞ്ഞ കഥയിലേക്കാണ്. അപ്പോൾ ഇതിവിടെ ഈ ലഹരിയുടെ കൂടെ പറയേണ്ട ഒരു കഥയല്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് കുട്ടികളെ വീക്ഷിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും കണ്ടെത്തും. എന്നിട്ട് PTA മീറ്റിങ്ങിന് പോയപ്പോൾ ആ ടീച്ചറോട് ഞാൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ കുട്ടികളിൽ നിന്ന് ആക്ഷേപം വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി വേണം ധരിക്കാനെന്ന്. അങ്ങനെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എന്തുമാത്രം കുട്ടികൾക്കാണെന്നറിയാമോ അവരെ പറ്റിയുള്ള മോശം അഭിപ്രായം മാറി അവരൊരു നല്ല ടീച്ചറായിട്ട് മാറുന്നത്. അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, അവരെ അറ്റൻഡ് ചെയ്യാതെ. അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിളുകൾ പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തരത്തിൽ
കുട്ടികളെ വാച്ച് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിപ്പെട്ട് പോകാതിരിക്കാൻ അവരുടെ സുഹൃത്തുക്കളാരാണ്, അവരാരൊക്കെയായിട്ട് സമ്പർക്കം പുലർത്തുന്നു. അതുപോലെ വളരെ പ്രധാനമായിട്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ പിന്നെ ആഭ്യന്തരമന്ത്രിയോടും വിജിലൻസ് മന്ത്രിയോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം, കേരളത്തിൽ എന്തുകൊണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവരാനോ അങ്ങനെ ഉപയോഗിക്കാനോ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നിരിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ അത്തരമൊരു നിയമം കൊണ്ടുവരുന്നില്ല? അവരൊക്കെ ഈ പറയപ്പെട്ട രാസലഹരിക്കാരെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും അത് വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഇത്തരം ഈ മൊബൈൽ ബന്ധങ്ങൾ വഴിയായിട്ടാണ് അവരെ ഇതിലേക്ക് നയിക്കുന്നത്. ഈ മൊബൈലിലെ പിന്നെ ഡാർക്ക് വെബ്സൈറ്റും ഒക്കെയാണ് അവരെ ഇതിലേക്കൊക്കെ ആകർഷിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ അവസരം കൊടുക്കാതെ ഒരു 15 വയസ്സ് വരെയെങ്കിലും അവരെ അതിൽ നിന്നൊന്ന് മാറ്റി നിർത്തിക്കൂടെ എന്നും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ക്യാച്ച് ദം യങ് എന്ന ആ ഭാഷ്യമാണ് ലഹരി മാഫിയ ഉപയോഗിക്കുന്നത്. അതാണ് ഈ 10നും 15നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ ഇതിലേക്ക് അവർ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ കൃത്യമായി നമ്മുടെ കുട്ടികളെ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ലഹരി മാഫിയ ഇല്ലാതാകത്തക്ക രീതിയിൽ, അതായത് സാധാരണ രീതിയിൽ ലഹരി മാഫിയയെ പറ്റി എന്തെങ്കിലും വിവരം കൊടുക്കുന്നവരുടെ ജീവനും ഒക്കെ ഭീഷണിയുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഡാൻസ് ഓഫ് ഉണ്ട്, അതായത് വിജിലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇതേപ്പറ്റി കേട്ടാൽ കൃത്യമായ അറിവ് ഈ പറയപ്പെട്ട വിജിലൻസിനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ കൈമാറുക. അവരുടെ ഈ പ്രക്രിയയിൽ അവരെ 101% ആത്മാർത്ഥതയോടുകൂടി സമൂഹം സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ തൂഫാൻ ഒരു വലിയ കൊടുങ്കാറ്റായി നമ്മുടെ സംസ്ഥാനത്തെ ലഹരി മാത്രമല്ല അടിച്ചു പറത്തി കൊണ്ടുപോകുന്നത്, അയൽ സംസ്ഥാനങ്ങളിലെ ലഹരി പോലും അടിച്ച് പറത്തി കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ യുവതയും കുട്ടികളും ലഹരി മാഫിയയ്ക്ക് അടിപ്പെടാതെ വളർന്നു വരും.